നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളിയിൽ ടോറസ് ലോറി ബൈക്കുമായി കൂട്ടിയിടിച്ച് വ്യാപാരി മരിച്ചു. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താലിന് സമ്മിശ്ര പ്രതികരണം. തൃപ്രയാർ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമുരുക പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത വാടാനപ്പള്ളിയിൽ ഗണേശമംഗലത്തിനടുത്ത് ടോറസ് ലോറി ബൈക്കുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തളിക്കുളം സ്വദേശിയും മർച്ചന്റ്സ് അസോസിയേഷൻ നേതാവുമായ ഏങ്ങൂര് പരേതനായ ഗംഗാധരന്റെ മകൻ ചന്ദ്രബോസാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ഗണേശമംഗലം സെന്ററിന് തെക്കുഭാഗത്ത് ചൊവ്വാഴ്ച രാവിലെ 10:30 അപകടം. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ടോറസ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ലോറിക്കടിയിൽ പെട്ടുപോയ ബൈക്ക് യാത്രക്കാരന്റെ ദേഹത്തുകൂടി ലോറി കയറിയിറങ്ങിയ നിലയിലായിരുന്നു. അപകടത്തിൽ മരിച്ച ചന്ദ്രബോസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തളിക്കുളം യൂണിറ്റ് പ്രസിഡന്റ്, തളിക്കുളങ്ങര ശ്രീ ശങ്കരനാരായണ ക്ഷേത്ര സമിതി രക്ഷാധികാരി, സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ തളിക്കുളം യൂണിറ്റ് പ്രസിഡന്റ്, SNDP യോഗം, തളിക്കുളം അമ്പലനട ശാഖ യൂണിയൻ കമ്മിറ്റി അംഗം, തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. ഭാര്യ മിനി, മക്കൾ സിബിൻ ബോസ്, അശ്വിൻ ബോസ്. സംസ്കാരകർമ്മം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് വീട്ടുവളപ്പിൽ വെച്ച് നടത്തും. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തിന്റെ ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യുക, നിതിൻ രാജിന്റെ കുടുംബത്തിന് 10 കോടി നഷ്ടപരിഹാരം നൽകുക, കോളേജിന്റെ അഫിലിയേഷൻ റദ്ദു ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ ദളിത് സംഘടനകൾ അടങ്ങുന്ന ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഹർത്താൽ നടത്തി. ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ പ്രകടനം നടന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു ഹർത്താൽ. വേട്ടുവ മഹാസഭ സംസ്ഥാന സെക്രട്ടറി രമേശ് തൃത്തല്ലൂർ, AI ഗഫൂർ, സുരേഷ് വലപ്പാട്, മോഹനൻ TV, PD രാമചന്ദ്രൻ, സുദർശനൻ ഏങ്ങണ്ടിയൂർ എന്നിവർ നേതൃത്വം നൽകി. കടലിലെ അത്ഭുത ജീവി എന്നറിയപ്പെടുന്ന കടൽ കുതിരയെ കയ്പമംഗലം വഞ്ചിപ്പുര കടപ്പുറത്ത് നിന്ന് കണ്ടെത്തി. പെരിഞ്ഞനം സ്വദേശി കോച്ചാട്ട് രാകേഷ് മകനുമൊത്ത് പ്രഭാത സവാരിക്കിടെയാണ് കടൽ കുതിരയെ കടപ്പുറത്ത് അടിഞ്ഞ നിലയിൽ കണ്ടത്. ഉടൻ തന്നെ ഒഴിഞ്ഞ കുപ്പിയിൽ വെള്ളം നിറച്ച് കടൽ കുതിരയെ സംരക്ഷിക്കുകയും വന്യജീവി സംരക്ഷകനായ പെരിഞ്ഞനം സ്വദേശി ശ്രീജിത്ത് ഗംഗാധരനെത്തി ആറാട്ടുകടവ് കടലിൽ കടൽ കുതിരയെ ഒഴുക്കിവിടുകയും ചെയ്തു. സമുദ്രത്തിലെ ചൂടുള്ള പ്രദേശങ്ങളിലാണ് കടൽ കുതിരയെ കാണാറുള്ളതെന്നും പറയുന്നു. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച് കേരളീയ പട്ടിക ജനസമാജം പ്രവർത്തകർ കയ്പമംഗലത്ത് പ്രകടനം നടത്തി. 3 പീടികയിൽ നിന്നാരംഭിച്ച പ്രകടനം പെരിഞ്ഞനത്ത് ചുറ്റി 3 പീടിക ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി MS വിജയൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് VP ജയൻ, ജില്ലാ സെക്രട്ടറി TG ശശി, AV ബാബു എന്നിവർ സംസാരിച്ചു. KK ഗിനീഷ്, ശൈലജ രാമകൃഷ്ണൻ, NV സതീശൻ, KM ബാബു, അമ്പിളി കോഴിത്തുമ്പ് എന്നിവർ നേതൃത്വം നൽകി. നിതിൻ രാജിനെ നീതി ലഭിക്കാൻ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഈ 2 പ്രതികൾക്കും ഇവിടുന്ന് പോയി അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുള്ള അവസരം ഒരുക്കി കൊടുത്തത് നമ്മുടെ സംസ്ഥാന പോലീസാണ്. കാരണം അവർ ആ സമയത്ത് നമുക്ക് ശക്തമായ രീതിയിൽ അവരെ പിടിക്കാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒളിവിലിരുന്നുകൊണ്ട് തന്നെ അവർ മുൻകൂർ ജാമ്യം അപേക്ഷിച്ചു. അതിൽ ഒരു സ്ത്രീക്ക് കിട്ടി. റാം നിന്ന ഏറ്റവും നീച്ചമായിട്ടുള്ള ആ പ്രിൻസിപ്പളിന് ജാമ്യം കിട്ടിയില്ല.
വളരെ മോശമായില്ലേ. ഇത് ഞാൻ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. നമ്മുടെ ചുറ്റുവട്ടം തന്നെ എല്ലാ തലങ്ങളിലും ഇത്തരത്തിൽ ജാതീയമായ പീഡനം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. തൃപ്രയാർ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമുരുക പ്രതിഷ്ഠാ ദിനം നടന്നു. മഹാഗണപതി ഹവനം, കലശപൂജ, കലശാഭിഷേകം, മറ്റ് അഭിഷേകങ്ങൾ, പഞ്ചഗവ്യം, കളഭം, ഉച്ചയ്ക്ക് പ്രസാദോട്ട്, വൈകിട്ട് ദീപാരാധന, പഞ്ചവാദ്യം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറേമന തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് ഭൂപേഷ് വെള്ളാഞ്ചേരി, സെക്രട്ടറി വി ശശിധരൻ, ട്രഷറർ രമേശൻ മാരാർ, രക്ഷാധികാരികളായ സുരേഷ് ഇയാനി, കമ്മിറ്റി അംഗങ്ങളായ സതീഷ് കുമാർ, രമേശ് OS, രാജു PA എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്ക്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ,
steel doors and windows, hardwares and door locks, stainless steel and PVC water tanks, general household തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യുക, കേസ് അട്ടിമറിക്കാനുള്ള പോലീസ് നീക്കം അവസാനിപ്പിക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക, ക്യാമ്പസുകളിലെ വംശീയ ആക്രമണങ്ങൾ തടയാൻ രോഹിത് വിമുല ആക്ട് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാറിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പാർട്ടി സംസ്ഥാന ഭൂസമര സമിതി കൺവീനറും ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഹാരിസ് അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി നിസീഹ്, വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ, ജോയിന്റ് സെക്രട്ടറി റഹീം വലപ്പാട് എന്നിവർ സംസാരിച്ചു. അബ്ദുൽ വാഹിദ്, അസ്ലം, അഫ്സൽ, ഷഹീദ, അബ്ദുൽ സമദ് വലപ്പാട്, റഷീദ് തളിക്കുളം എന്നിവർ നേതൃത്വം നൽകി. കാരമുക്ക് താമരപ്പള്ളി മഹാവിഷ്ണു ക്ഷേത്രോത്സവം ഭക്തി നിറപരമായി ആഘോഷിച്ചു. ഉത്സവ കൊടിയേറ്റം മുതൽ എല്ലാ ദിവസവും വിശേഷാൽ പൂജകൾ, വൈകിട്ട് ദീപാരാധന, സന്ധ്യാകേളി എന്നിവ നടത്തി. ഉത്സവ ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് പള്ളിവേട്ട, ചൊവ്വാഴ്ച ആറാട്ട് എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു.
ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥിൻ്റെ ജീവിതക്കുറിപ്പുകൾ അടങ്ങിയ ഓട്ടം തുടങ്ങിയ കഥ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി രഞ്ജിത്ത് മീഡിയ തയ്യാറാക്കുന്ന ഡോക്യുമെൻ്ററിയുടെ പോസ്റ്റർ പ്രകാശനം നടത്തി. കാഞ്ഞാണി തൃക്കുന്നത്ത് ക്ഷേത്രസന്നിധിയിൽ നടത്തിയ ചടങ്ങിൽ അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ, മമ്മിയൂർ സായി സഞ്ജീവിനി ട്രസ്റ്റി ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ എന്നിവർ ചേർന്ന് പോസ്റ്റർ പ്രകാശന കർമ്മം നിർവഹിച്ചു. എൻ്റെ ജീവിതകഥ എഴുതി ചേർത്ത ഓട്ടം തുടങ്ങിയ കഥ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനത്തോടൊപ്പം തന്നെ അതിൻ്റെ പബ്ലിക്കേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഞ്ജിത്ത് മീഡിയ ഒരുക്കിയിട്ടുള്ള എൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി തയ്യാറായി വരികയാണ്. ആ ഡോക്യുമെൻ്ററിയുടെ പോസ്റ്റർ ഉദ്ഘാടനം മണലൂർ തൃക്കുന്നത്ത് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ബഹുമാനപ്പെട്ട ആവണങ്ങാട് കളരി മഠാധിപതി ശ്രീ അഡ്വക്കേറ്റ് രഘുരാമ പണിക്കരും ഒപ്പം തന്നെ മമ്മിയൂർ സായി സഞ്ജീവിനി ട്രസ്റ്റി സ്വാമിജി ഹരിനാരായണ സ്വാമിജിയും കൂടി ഇന്നിവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ്. വാടാനപ്പള്ളി ശങ്കരമംഗലം ദേവസ്വം ട്രസ്റ്റ് വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ നവഗ്രഹ ഹോമവും ലക്ഷാർച്ചനയും പ്രതിഷ്ഠ ദിനാഘോഷവും ഭക്തിനിർഭരമായി ആഘോഷിച്ചു. വിശേഷാൽ നവഗ്രഹ ഹോമം, പൂജ എന്നിവ നടത്തി. ലക്ഷാർച്ചനയ്ക്ക് തന്ത്രി പഴങ്ങാപ്പറമ്പ് ദിവാകരൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാ ദിനമായ ചൊവ്വാഴ്ച രാവിലെ ഗണപതി ഹോമം, അഭിഷേകം, വിശേഷാൽ പൂജകൾ, കലശപൂജകൾ എന്നിവ നടത്തി. തുടർന്ന് ഉഷപൂജ, ശ്രീകോവിലിൽ വേദസൂക്ത മന്ത്രാർച്ചനകൾ, കളഭച്ചാർത്ത്, ഉച്ചപൂജ, ശ്രീഭൂതബലി, ശിവേലി എഴുന്നള്ളിപ്പ്, പ്രസാദൂട്ട് എന്നിവയും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് മാനേജിംഗ് ട്രസ്റ്റി, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ച് ഇന്നലെ നവഗ്രഹോമവും ലക്ഷാർച്ചനയും നടത്തി. എല്ലാ വർഷവും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നാണ് ദേവസ്വത്തിൻ്റെ ആഗ്രഹം. ക്ഷേത്രം ഭക്തർക്കുള്ള എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മൾ എല്ലാ വർഷവും ഓരോ പ്രത്യേക പൂജകൾ നടത്തുന്നത്. മണലും ഡയമണ്ടും ചേർന്നൊരുക്കിയ ഒരു വിസ്മയക്കുട ശ്രദ്ധേയമായി. ലോക പ്രശസ്ത മണൽ ചിത്രകാരൻ ബാബു എടക്കുന്നിയാണ് ഈ സൃഷ്ടിയുടെ ഉപജ്ഞാതാവ്. ലോകത്ത് ആദ്യമായി മണലുകൊണ്ട് ചിത്രം വരയ്ക്കാം എന്ന് കാണിച്ച ബാബു എടക്കുന്നി തൃശ്ശൂർ പൂരത്തിലും അത്ഭുതം സൃഷ്ടിച്ചു. മണൽ ചിത്രകാരനാണ് ഞാൻ. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു കൊട എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിലെ പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് ഇത് വലിയൊരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ അത് സാമ്പത്തികം എങ്ങനെ മേഖല എങ്ങനെയൊക്കെ തരണം ചെയ്യാമെന്ന് നിൽക്കുമ്പോഴാണ് ഒരു സ്പോൺസറെ കണ്ടെത്താം എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചത്. മനേഷ് മനോഹർ എന്ന ഒരു മിഡിൽ ഈസ്റ്റ് വ്യവസായിയാണ്. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലായപ്പോൾ ആൾ കലേനെയൊക്കെ കുറേ അധികം സ്നേഹിക്കുന്ന ആളൊരു മുൻ പാട്ടുകാരനും കൂടിയായിരുന്നു. അപ്പം ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ആൾക്ക് എന്തായിക്കോട്ടെ നമുക്കത് ചെയ്യാം എന്ന് പറയുകയും അങ്ങനെ അത് ചെയ്യാനുള്ള എല്ലാ സാമ്പത്തിക സഹായവും ആൾ ചെയ്തു തന്നു. 15 മണൽക്കുടകൾ പാറേമക്കാവ് വിഭാഗത്തിന് അണിയിച്ചൊരുക്കിയപ്പോൾ അതിനുവേണ്ട സഹായങ്ങൾ ഒരുക്കി ഒരു യുവ വ്യവസായി മനേഷ് മനോഹറാണ്. കൂടെയുണ്ടായിരുന്ന കലാകാരന്മാരെ അങ്ങേയറ്റം ആദരിക്കുന്നതിന് ഇദ്ദേഹത്തിൻ്റെ പിന്തുണയാണ് വിസ്മയക്കുടകൾ അരങ്ങത്തേക്ക് എത്തിക്കാൻ സാധിച്ചത്. വാടാനപ്പള്ളി ഇസ്ര സയൻസ് ഓർബിറ്റിൻ്റെ കീഴിൽ സംഘടിപ്പിച്ച
ബ്രെയിനിയാക്സ് സയൻസ് ഫെസ്റ്റിവലിൻ്റെ 3ാമത് എഡിഷൻ സ്വതന്ത്ര ഭൗതികശാസ്ത്ര വിദ്യാർത്ഥിയും വൈറ്റ് ഹോളുകൾ, സ്ഥലകാലങ്ങൾ എന്ന വിഷയങ്ങളിൽ ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ഹാബൽ അൻവർ ഉദ്ഘാടനം ചെയ്തു. ഹുസൈൻ തങ്ങൾ വാടാനപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. സയൻസ് എക്സ്പോയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ വിവിധ സ്റ്റാർട്ടപ്പുകൾ, വിവിധ കണ്ടെത്തലുകൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ, ഡോക്യുമെൻ്ററി പ്രദർശനം, സയൻസ് വിഷണറി ടോക്കുകൾ എന്നിവയും ഉണ്ടായിരുന്നു. കൂടാതെ ഇസ്രയേൽ ആരംഭിക്കുന്ന ടാൽ റോപ്പിൻ്റെ ഇൻവെൻറ്റർ പാർക്കിൻ്റെ ഡെമോ പ്രദർശനവും നടത്തി. ട്രൈസിഡ് ഫൗണ്ടർ CEO VK അദീബ്, കോഴിക്കോട് NITയിലെ ശാസ്ത്ര ഗവേഷണ വിദ്യാർത്ഥി സാബിർ സഖാഫി, ജാമി അത്തുൽ ഹിന്ദ് റെക്ടർ ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി കോട്ടുമല, ജാമിയ മദീനത്തുന്നൂർ റെക്ടർ ആസഫ് നൂറാനി, ഇസ്ര കമ്പ്യൂട്ടർ സയൻസ് ഫാക്കൽറ്റി ഉസ്മാൻ നൂറാനി എന്നിവർ സംസാരിച്ചു. മദീനത്തുന്നൂർ സയൻസ് ഓർബിറ്റ് കോർഡിനേറ്റർ മിഥിലാജ്, സഫ്വാൻ, മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ആവേശഭരിതരാകുമ്പോഴും പൈതൃക മുദ്രകളെ താലോലിച്ച് അതിലുള്ള നൊസ്റ്റാൾജിയയുമായി നടക്കുമ്പോഴും പുതിയ ലോകത്ത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഉദയം സംഭവിക്കുന്നില്ല എന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇസ്രയുടെ ക്യാമ്പസ് ഒരു സയൻസ് ബേസ്ഡ് ക്യാമ്പസ് ആവണമെന്ന ചിന്ത നമുക്കുണ്ടായത്. അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിൽ ദഅവാ രംഗത്ത് കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുന്ന ഒരേ ഒരു സ്ഥാപനമാണ് ഇസ്ര എന്നുള്ളത് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ കഴിയും. കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുക എന്ന് മാത്രമല്ല, ആ ലെവലിൽ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും വിദ്യാർത്ഥികളെ മികവുറ്റവരാക്കി എടുക്കുക, ആ ഒരു ലക്ഷ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. 110 നമ്പർ പെരിങ്ങോട്ടുകര സർവീസ് സഹകരണ ബാങ്കിൻ്റെ തണ്ണീർപന്തൽ ഉദ്ഘാടനം ഈശൻ സ്മാരക പഠന കേന്ദ്രത്തിൻ്റെ കൺവീനർ സിബിൻ സി ബാബു നിർവഹിച്ചു. ആ നിലയിൽ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള ജില്ലകൾ ജാഗ്രത നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ നിശ്ചയ സമയത്ത് മാത്രമാണ് തൊഴിലിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ജനങ്ങൾ പുറത്തിറങ്ങേണ്ടതുള്ളൂ എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളൊക്കെ തന്നെ വിവിധ വകുപ്പുകളുടെ ഭാഗത്തുനിന്നും സംഘടനകളുടെ ഭാഗത്തുനിന്നൊക്കെ സഹകരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം മറ്റ് നിലയിലുള്ള നമ്മുടെ സാമൂഹിക വിഷയങ്ങളായിട്ടുള്ള ഓണവും വിഷുവും ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ചന്തകൾ നടത്തുന്നത് പോലെ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്കൂൾ വിപണികൾ പോലെ സമൂഹത്തിൽ നേരിടുന്ന മറ്റ് പ്രളയങ്ങളിൽ ദുരിതമുഖത്തൊക്കെ ഇടപെടുന്നത് പോലെ തന്നെ ഈ ഉഷ്ണതരംഗത്തെ നേരിടുന്നതിന് വേണ്ടിയും സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സഹകരണ മേഖല മുഴുവനായും ഇതിൻ്റെ ഭാഗമായി രംഗത്തിറങ്ങുന്നതിന് വേണ്ടി നിർദ്ദേശമാണ് ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ബാങ്ക് പ്രസിഡന്റ് KK കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. സെക്രട്ടറി PJ ഷൈനി, EP പോൾ, സോമശേഖരൻ, തങ്കമണി, സിജിത്ത്, പ്രദീപ് കുമാർ, ഷീജ, രചന, TR പ്രകാശൻ, TK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കഴിമ്പ്രം വാഴപ്പുള്ളി ക്ഷേത്രത്തിൽ ബുധനാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് നടക്കും. കഴിമ്പ്രം വാഴപ്പുള്ളി ക്ഷേത്ര ഭരണസമിതിയുടെയും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് നടക്കുന്നത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. മണലൂർ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിന് കിഴക്കുവശം കൊച്ചത്ത് ചന്ദ്രശേഖരൻ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ഭാര്യ സുലോചന, മക്കൾ അരുൺ, അഭിലാഷ്, ആശ, മരുമക്കൾ പ്രവിത, ദർശ, സുധി. പ്രധാന വാർത്തകൾ വീണ്ടും. വാടാനപ്പള്ളിയിൽ ടോറസ് ലോറി ബൈക്കുമായി കൂട്ടിയിടിച്ച് വ്യാപാരി മരിച്ചു. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താലിന് സമ്മിശ്ര പ്രതികരണം. തൃപ്രയാർ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമുരുക പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.